ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുക. എന്തിന്? നാം മുന്നോട്ട് പോകാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവവേല ചെയ്യാൻ കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ലവ് റിക്വയേഴ്സ് ഫെലോഷിപ്പ്. സ്നേഹത്തിന് കൂട്ടായ്മ ആവശ്യമാണ്. ഓരോ വ്യക്തികളും ഓർത്തോണം, നമ്മുടെ ഫെലോഷിപ്പിൽ സ്നേഹം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ എപ്പോഴും പൊളിക്കുന്ന, കുറ്റം പറയുന്ന ഈ സ്വഭാവങ്ങൾ കൊണ്ടിടും. ഇത് ദൈവികമല്ല, ഇതൊരു ആത്മീകമല്ല, ഇത് തികച്ചും ഒരു പൈശാചികം തന്നെയാണ്. അതിനെ നാം തിരിച്ചറിയണം. ലവ് റിക്വയേഴ്സ് ഫെലോഷിപ്പ്. അന്യോന്യം സ്നേഹിക്കണമെന്നാണല്ലോ. എന്നാൽ നാം ഒറ്റപ്പെട്ട് നിന്നാൽ ക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന സ്നേഹം അനുസരിക്കാൻ ആവത്തില്ല. ഇന്ന് പലരും ഫെലോഷിപ്പിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറി നിൽക്കുകയാണ്. അവിടെ ഫെലോഷിപ്പില്ല. ഫെലോഷിപ്പ് വേണമെങ്കിൽ നാം ഒരുമിച്ച് കൈകോർക്കണം, ഒരുമിച്ച് സ്നേഹിക്കണം. സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സ്നേഹം പ്രയർ ലൈഫിനെ ഇൻക്രീസ് ചെയ്യുന്നു. സ്നേഹം, ദൈവസ്നേഹം വെളിപ്പെടുമ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. ലവ് ക്യാരീസ് ഹൈ സ്റ്റാൻഡേർഡ്സ്. സ്നേഹത്തിന് ഉന്നതമായ ഒരു മാനദണ്ഡമുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് ഒരു ലോ ക്വാളിറ്റി അല്ല, ഒരു ഹൈ മാനദണ്ഡം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു ഹൈ ലെവലിലായിരുന്നു. കാരണം അനേകർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ സ്നേഹ നിമിത്തം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത്. അതാണ് ലവ് റിക്വയേഴ്സ് ഫെലോഷിപ്പ്. അന്യോന്യം സ്നേഹിക്കണമെന്നാണല്ലോ. എന്നാൽ നാം ഒറ്റപ്പെട്ടു നിന്നാൽ ക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന സ്നേഹം അനുസരിക്കാൻ ആവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് ക്രിസ്തു നമുക്ക് എങ്ങനെയോ അതുപോലെ നാം മറ്റുള്ളവർക്കായിരിക്കണം എന്ന് യേശു പറയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നിസ്വാർത്ഥവും ത്യാഗപൂർണവുമാണ്. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണോ? എന്നാൽ ആരെ സ്നേഹിക്കണം എന്നല്ല, ആരെ ആയാലും ഞാൻ സ്നേഹിക്കും എന്നൊരു തീരുമാനം നാം എടുക്കണം. സ്തോത്രം. അയോഗ്യരായവരിലേക്ക് നീളുന്നതാണ് ആ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരാളുടെ അയോഗ്യത കണ്ടിട്ട് ഇട്ടിട്ട് പോകുന്നതല്ല. ഒരാളുടെ അയോഗ്യത കണ്ടിട്ട് അത് 10 ഇരട്ടിയാക്കി കൂട്ടിപ്പറയുന്നതല്ല. യേശു നമ്മളെല്ലാം അയോഗ്യരായിരുന്നു, എന്നാൽ യേശു നമ്മളെ തേടി വന്നു. ഇവിടെ വായിക്കുന്നത്, നമ്മുടെ അയോഗ്യതകൾക്ക് അപ്പുറം നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യകത അനുസരിച്ചാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. ഗലാത്യർ 2:20 പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹൂ ലിവ് ഇൻ മീ. ആമേൻ. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ആ ക്രിസ്തു ഉയർന്നു നിൽക്കും. ആ ക്രിസ്തുവിൻ്റെ ഉയർച്ചയാണ് ലവ്. ലവ് ഒരു ഫെലോഷിപ്പാക്കി, കൂട്ടായ്മയാക്കി മാറ്റണം. പിരിക്കുന്ന സ്വഭാവങ്ങൾ, ഒരാളിനെ തകർക്കുന്ന സ്വഭാവങ്ങൾ, അത് ക്രിസ്തീയ സ്നേഹമില്ലാത്തതാണ്. ഒരാൾ താഴെ ആയിരിക്കുമ്പോൾ, താഴെ പോകുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്ന സ്നേഹം, ബിൽഡ് ചെയ്യുന്ന സ്നേഹം ഉണ്ടായിരിക്കണം. ഇന്ന് അനേകര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ, ഫെലോഷിപ്പില്ലാതെ എല്ലാവരെയും ഓരോ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ് മനുഷ്യൻ. എന്നാൽ കർത്താവ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ,
ഇന്ന് ഈ സമയം അവൻ ഈ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അസാധാരണമായ മാറ്റം കർത്താവ് കൽപ്പിക്കണമേ. അതോർത്ത് സ്തോത്രം. രോഗികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അടിപ്പിണറുകളാലുള്ള വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഞായറാഴ്ച നിങ്ങളെല്ലാം ആരാധനയ്ക്ക് വരണം. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. കഴിഞ്ഞ ചില ആഴ്ച മുമ്പ് ഒരു സഹോദരിയുടെ തലയോട്ടി ഇളക്കണം. 10 ലക്ഷം രൂപ വേണം, പൈസ ഇല്ല. അവരുടെ ഒരു കുഞ്ഞിന് സുഖമില്ല. ഞാൻ സർജറി ചെയ്യുമ്പോൾ മരിച്ചാൽ എൻ്റെ കുഞ്ഞിനുമാരില്ല, ആരുമില്ല, പൈസയുമില്ല. ആ ഭാരത്തോടെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അടുത്ത അന്ന് മുതൽ അവരുടെ ഒരു വലിയ തലവേദന ഉണ്ടായിരുന്നു എപ്പോഴും. അത് മാറി. വീണ്ടും പരിശോധിച്ചപ്പോൾ അവർക്ക് ആ രോഗമില്ല, തലയോട്ടി ഇളക്കേണ്ടി വന്നില്ല. യേശു അന്നവരെ സൗഖ്യമാക്കി. അവരുടെ വേദന അറിഞ്ഞു, അവരുടെ സങ്കടം അറിഞ്ഞു, അവരുടെ പൈസ ഇല്ലായ്മ അറിഞ്ഞു, അവരുടെ മോൻ്റെ കാര്യം മനസ്സിലാക്കി കർത്താവ് അവൾക്ക് അത്ഭുത സൗഖ്യം കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുത വിടുതലിൻ്റെ ദിവസമാണ് ഈ സൺഡേ. നിങ്ങളെല്ലാം കടന്നു വരിക. കർത്താവിൻ്റെ ദാസൻ വിജയഞ്ചലും നമ്മളോടൊപ്പം ശുശ്രൂഷയിലുണ്ട്. ഗോഡ് ബ്ലസ് യു. ലവ് യു.